അസ്സലാമു അലൈക്കും. നമ്മളിപ്പോൾ കേദർഗന്ധ ട്രിപ്പ് പോയിട്ട് വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ കേദർഗന്ധ ട്രിപ്പ് നമ്മളൊരു വ്ളോഗായിട്ടാണ് ഇടുക. ഓക്കെ, ഒരു എപ്പിസോഡായിട്ട് 1, 2, 3, 4, 5, 6 കൊണ്ടാണ് ഇടുക. ഓക്കെ, അപ്പോൾ ഇതിൽ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് ഒരു 2 months ആയി. ഓക്കെ, അപ്പോൾ ഈ 2 months നമ്മളത് കഴിഞ്ഞിട്ട് പോയി. 2 months കഴിഞ്ഞിട്ടാണ് പോയത്. സോ വീഡിയോ കുറച്ച് ലോങ് ആണ്, അതുകൊണ്ട് തന്നെ ഞാൻ എപ്പിസോഡായിട്ട് ഇടുന്നത്. ഓക്കെ, സോ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, താങ്ക്സ്. പിന്നെ ഒന്നും പറയുകയാണെങ്കിൽ എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു. സത്യം പറഞ്ഞാൽ എഡിറ്റ് ചെയ്യാൻ നല്ല മടിയായിരുന്നു. പിന്നെ സമയമൊന്നും കിട്ടില്ല. വർക്കിൻ്റെ ഇടയിൽ ഞാൻ ഇതെങ്ങനെ ഇപ്പോൾ ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ഒരു എപ്പിസോഡ് എന്താണ് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഇന്ന് രാത്രി ഞാൻ പോസ്റ്റ് ചെയ്യും. അതന്നെ കഥ. പിന്നെ സെക്കൻഡ് എപ്പിസോഡ് ഇത് നോക്കട്ടെ, എല്ലാം എഡിറ്റ് ചെയ്തിട്ട് മെല്ലെ ഓരോന്നായിട്ട് വരും. ഓക്കെ, അപ്പോൾ പിന്നെയും വ്ളോഗ് നല്ല മടിയുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ല മടിയുണ്ട് അജു, നല്ല മടിയുണ്ട് ഇടാൻ. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ വീഡിയോ എടുക്കാൻ ആദ്യം വീഡിയോ എടുക്കണ്ടെന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഓവർ ഷോ ആയി പോയാലോ എന്നൊക്കെ വിചാരിച്ചു ഈ വ്ളോഗും കാര്യങ്ങളൊക്കെ. സോ കാര്യമില്ല, എന്താ ചെയ്യുക, എടുക്കുക എന്നുള്ള പ്ലാനായി. എല്ലാവരും വ്ളോഗും കാര്യങ്ങളൊക്കെ കാണാറുണ്ടായിരുന്നു. സോ അങ്ങനെ ഞാനും തുടങ്ങി ഒരു വ്ളോഗ്. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത്, ഇപ്പോൾ നേരെ നമ്മൾ ഓട്ടോ കയറി പോകുന്നത് എങ്ങിട്ടാണെന്ന് വെച്ചാൽ നമ്മൾ KSRTC ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത്. KSRTC കോഴിക്കോട് ബസ് കയറാനാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ഓട്ടോക്കാരൻ നമ്മുടെ മേപ്പറമ്പ് ഓട്ടോ മാമ നമ്മുടെ ആളാണ്. ഓക്കെ, എൻ്റെ കയ്യിൽ മറ്റേ നല്ല ഒരു ഫ്രെയിം ആയതുകൊണ്ടാണ് നമ്മൾ വെച്ചത്. ഇതാണ് പെട്ടെന്ന് തന്നെ എത്തിയിരിക്കുന്നു. ഇതാണ് നമ്മുടെ പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡ്. വി ആർ ഗോയിങ് ടു കോഴിക്കോട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഹോട്ടൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ ഇരിക്കാൻ പറ്റും, വെയിറ്റിംഗ് റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഭാഗ്യത്തിന് പെട്ടെന്ന് നമുക്ക് എന്തായി ബസ് കിട്ടി. ഓക്കെ, ബസ് കിട്ടിയത് കൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ബസ്സിലേക്ക് ചാടിക്കയറുകയാണ്. ഓക്കെ, ചാടിക്കയറി എന്നിട്ട് ബസ്സിൽ കയറിയിരുന്നപ്പോൾ തന്നെ എനിക്കൊരു ബാഡ് അടിച്ചു. എനിക്കെന്തായാലും വോമിറ്റിംഗ് ടെൻഡൻസിയൊക്കെ വരാൻ തുടങ്ങി. ആകെ മപ്പ് പോലെയായി, എന്താ അറിയില്ല. ഓക്കെ, പിന്നെ ഒരു ഭാഗത്ത് ഇരുന്നതിന് ശേഷം വന്നു ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ അങ്ങനെ തന്നെ എങ്ങനെ ഇരിപ്പന്നെ പാട്ടൊക്കെ കേട്ടുകൊണ്ടിരുന്നു. സ്വലാത്തൊക്കെ ചൊല്ലി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത് അങ്ങനെ ഇരുന്നു. പിന്നെന്താ പറയാൻ, പാലക്കാടിനെ കുറിച്ച് പറയാം. ഓക്കെ, പാലക്കാട് ഒരു അതിഗംഭീരമായ സ്ഥലമാണ്. നല്ല ചേലാണ് കാണാൻ. നോക്കിക്കോ, ചേല് കണ്ടോളൂ. ഇതാണ് ഇവിടുത്തെ ചേല്, നല്ല ഭംഗിയുള്ള ചേല്. ഓക്കെ, ഫൈൻ, അതിവിടെ. അപ്പോൾ ഈ വഴിയാണ് നമ്മൾ നെഹദി കുഴിമന്തി ആലോചിച്ചപ്പോഴാണ് നിങ്ങൾ പാലക്കാട് കാണാൻ കുറേ ഉണ്ട്. പാലക്കാട് എന്താ പറയുക, ഇപ്പോൾ പാലക്കാട് ടൗണ് ഒരു തുണ്ട് മുറിയാണ്. ഓരോ സൈഡാണ് കിടക്കുന്നത്, തുണ്ടായിട്ടാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ തുണ്ട് മുറിയായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഒന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ വ്ളോഗ് ഇടയിൽ എടുക്കാനുള്ള മൂഡൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും നമ്മൾ കോഴിക്കോട് എത്തി പെട്ടെന്ന് തന്നെ. ഓക്കെ, ഫൈൻ. അപ്പോൾ പാലക്കാടാണ് നമ്മൾ വിട്ടത്. ഓക്കെ, കോഴിക്കോട് എത്തിയ സ്ഥിതിക്ക് പാലക്കാട് വേണ്ട. ഓക്കെ, അപ്പോൾ പാലക്കാടിലേക്ക് തന്നെ പോയി. സോറി വോയിസ് ഓവർ ആയതുകൊണ്ട് തന്നെ ചില വിക്കലും എന്താ പറയുക തെറ്റലും ഉണ്ടാവും. നിങ്ങളത് ക്ഷമിക്കുക. ചെക്കന്മാരെൻ്റെ കമൻ്റ് അടിയിൽ നല്ല വലിയ കമൻ്റ് തന്നെ ഇടും, നമുക്കറിയാം. പ്രശ്നമില്ല. കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡ് എത്തി. അവിടെ നമ്മുടെ ചെക്കൻ പിക്ക് ചെയ്യാൻ വന്നു, മുഹമ്മദ് റാഫി.
മുഹമ്മദ് റാഫിയും ഞാനും ഇവിടെ അവൻ്റെ റൂമിലേക്ക് പോവുകയാണ്. ഓക്കെ, റാഫി ഇവിടെ വർക്കിംഗ് സ്റ്റഡിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പോണ സമയത്ത് തന്നെ പെട്ടെന്ന് വർക്ക്ഷോപ്പിലേക്ക് കയറ്റിയിട്ട് എന്ത് സംഭവം അതിനെ കാണിച്ചതിന് എന്ത് സംഭവം എന്ന് വെച്ചാൽ ഈ ടാങ്ക് ഓപ്പൺ ആവില്ല. താക്കോൽ എന്തോ ഒരു മിസ്മാച്ച് വന്നിട്ടോ എന്തോ അറിയില്ല, അത് ആവുന്നില്ല. ഓക്കെ, ഇതാണ് ആ വർക്ക്ഷോപ്പ്. ഇവിടെ വന്ന ചേട്ടൻ ഒന്ന് ശരിയാക്കി തരുമോ, സ്ക്രൂ ഡ്രൈവർ തരുമോ എന്നൊക്കെ ചോദിച്ച് ലാസ്റ്റ് അവിടുത്തെ ആളിനെ പണിയെടുക്കാനുള്ള മണ്ട ഏൽപ്പിച്ച റാഫി അങ്ങനെ ഇറങ്ങിയാണ്. ചെക്കനിക്ക് 2 ഹെൽമെറ്റൊക്കെ ഉണ്ട്, ഒരു ഹെൽമെറ്റ് തന്നെ ഉള്ളൂ, എന്നെ പിക്ക് ചെയ്യുമ്പോൾ ഒരു ഹെൽമെറ്റ്. ഇതാണ് ചങ്ങായിൻ്റെ റൂം, മുഹമ്മദ് റാഫീൻ്റെ റൂം. ഓക്കെ, റാഫി കിതറേ. ഓക്കെ, ഷൂ ഇടണോ ചോദിച്ചിട്ടാണ്, അതാണ് ഞാൻ അങ്ങനെ ബാക്കിലേക്ക് വലിയണം. ഓക്കെ, ഒരു ഇതിൽ 2 റൂം, 2 ബാത്റൂം, പിന്നെ ഒരു കിച്ചൺ, ബാക്കിൽ നല്ല സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ. അങ്ങനെ ഇത് 4 മെമ്പേഴ്സ് 5 മെമ്പേഴ്സ് എന്താണ് ഇരിക്കണതിൽ. ഞങ്ങൾ ഫുഡ് കഴിച്ച സ്ഥലം അത്. നമ്മൾ ഫുഡ് കഴിച്ച് നല്ല മീൽസ് കഴിച്ചു. നല്ല കൂന്തൽ മീനാണ് വാങ്ങി തോന്നുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഞങ്ങൾ സർപ്രൈസാണ്, മുട്ടായി തെരുവിലേക്കൊക്കെ പോകുന്നുണ്ട്. എപ്പിസോഡ് 2 ചില ഭാഗങ്ങളാണ് അതൊക്കെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.